നമ്മൾ ഈ ചന്തയിലൊക്കെ പോയിട്ട് മീൻ വിലപേശി മേടിച്ച് കഴിക്കാൻ നേരത്ത് നമ്മൾ ആലോചിക്കുന്നില്ലല്ലേ ആ മീൻ നമ്മുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ രാവിലെ എണീറ്റ് അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ട് അല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ കഠിനാധ്വാനത്തിലും അവരെടുക്കുന്ന എഫേർട്ടിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ മീൻ എത്തുന്നുള്ള കാര്യം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത്. അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കുറച്ച് ഏറ്റവും ലാഭത്തിന് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതെന്നല്ല എല്ലാം അങ്ങനെ തന്നെയാണല്ലേ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് മുതലപ്പുഴ എന്ന സ്ഥലമാണ് കേട്ടോ, പെരുമാതുറ. ഏറ്റവും അപകടം പിടിച്ച ഒരു ഏരിയയാണ് കേട്ടോ. ദുരന്തത്തിൽ തന്നെ ഈ ഫിഷിംഗ് നടത്തുന്ന ഏരിയകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇത് പുലിമുട്ടൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ പൊതുവിൽ പറയുന്നത് കേട്ടോ. ഒരുപാട് അപകടങ്ങളുണ്ടായി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനപ്പോൾ അങ്ങനെ ഇവിടെ പോയ സമയത്ത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയിട്ടോ. ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കടലും ഇപ്പോൾ ഈ വന്നുകൊണ്ട് ഈ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ കടലും കായലും കൂടി ചേരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള തിരകളാണ് അടിച്ചു വരുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഒരു ഒരു ഇത് മതി, ഒരു തിരയോ ഒരു കാറ്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് മുഴുവനായിട്ട് തകർന്നു പോകും കേട്ടോ. അങ്ങനെ ഒരുപാട് ബോട്ടുകൾ ഈ സൈഡിൽ തകർന്ന് കിടക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അത് ഭയങ്കര അപകടം പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് വലിയ അതിപ്പോൾ വലിയ ബോട്ടുകളായതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ബോട്ടുകളായതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തിരയിലൊക്കെ അടിച്ചാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടാകുന്നുണ്ട്. അതിന് ആളുകൾ മുഴുവനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള അവിടുത്തെ അതിൻ്റെ രീതികളും അതിൻ്റെ എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും നടത്താതെയാണ് ഇത് സംഭവം ചെയ്തത് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇവരാണ് കേട്ടോ ശരിക്കും ഹീറോകളെന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ ഒരു മനോധൈര്യമുണ്ടല്ലോ, നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇവർ.